ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം. അതായത് ബിഗ് ബോസ് പെട്ടെന്നൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് അതിനുശേഷം പറയുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കില്ല കാരണം പ്രേക്ഷകരെല്ലാം കണ്ടിട്ടുണ്ട് എന്ന്. ഇത്തരം ടാസ്കുകൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കേണ്ടത്. അതായത് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണെന്ന് എന്നോട് മത്സരിക്കണം. കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ ഇതേപോലത്തെ ടാസ്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പോയിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു ആൻഡ് അതിനുശേഷം ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് പറ്റില്ല, ഞാനാണ് ഒന്നാം സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് വാദിക്കണം. നമ്മൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തിന് അർഹരാണെന്നുള്ള രീതിയിൽ വാദിച്ചു വേണം അതിന് വേണ്ടിയിട്ട് എന്താ പറയാ ഒരു ഡിബേറ്റ് നടത്തിയിട്ട് വേണം ആ ഒരു ഒന്നാം സ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെയാണെങ്കിൽ ആർക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. അനീഷ് മാത്രമാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എനിക്ക് ഒന്നാം സ്ഥാനം വേണം, ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹരാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും മത്സരിച്ചിട്ടുണ്ടായത്. എന്നാൽ ഇവിടെ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് അനീഷ് മാത്രമാണ് എനിക്ക് ഒന്നാം സ്ഥാനത്തിന് വേണം, ഞാൻ അതിന് അർഹരാണ് എന്ന് പറഞ്ഞ ഒരു ചാലഞ്ചിങ് മെന്റാലിറ്റിയിൽ അവിടെ വന്ന് നിന്നിട്ടും വെല്ലുവിളിച്ചിട്ടുണ്ടായത്. ബാക്കി ഒരാൾ പോലും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഇവരൊക്കെ ഒരു പ്ലാനിങ് എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് വീടിന്റെ അകത്തുള്ള ആൾക്കാരുടെ മെന്റാലിറ്റി എന്ന് വെച്ചാൽ ബാഡ്ജ് ഉള്ള, അതായത് കുറച്ച് എന്താ പറയാ കുറച്ച് സ്പീഡൊക്കെ കൂടുതലുള്ള ഒരാളെ കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിർത്തിക്കാം. അതാകുമ്പോൾ അവർക്ക് വീട്ടിന്റെ അകത്ത് നിന്നും ടാസ്കിൽ വേണ്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇവർക്ക് ഇപ്പൊ ഡ്രസ്സിന്റെ ആവശ്യമുണ്ട്, ഭക്ഷണ സാധനങ്ങളുടെയാണ് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത്. ഇതൊക്കെ അവരെടുത്ത് കൊണ്ടുവരുമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്മാർട്ടും അതേപോലെ തന്നെ കായിക ശേഷി, ഓടാനും ചാടാനും ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളെ സെലക്ട് ചെയ്ത് നിർത്തിക്കാം ഒന്നാം സ്ഥാനത്ത് വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് തീരുമാനിക്കുകയാണ്. ഒന്നാമത് അവര് ആര്യനെ ചൂസ് ചെയ്യുന്നുണ്ട്, രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു നെവിനെയാണ് അവര് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 3-4 സ്ഥാനങ്ങളൊന്നും ആർക്കും വേണ്ട, മത്സരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെന്റാലിറ്റി ഇവർക്കില്ല. അപ്പൊ ഇതാണ് അനീഷ് ഒഴുകിയുള്ള ബാക്കി എല്ലാവരുടെയും ഗെയിം ഒരു സ്ട്രാറ്റജി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ 20 സെക്കൻഡിൽ സ്ഥാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആര്യം പോട്ടെ, 15 സെക്കൻഡിൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നവീൻ പോവും. അപ്പം ബാക്കി 10 സെക്കൻഡിലും ബാക്കിയുള്ളതിലൊക്കെ അവർ പറയുന്ന ഓരോരോ ആൾക്കാരുണ്ടാവുമല്ലോ, അവരങ്ങ് പോട്ടെ എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ ഈ മണ്ടന്മാർക്കാർക്കും ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഗെയിം മനസ്സിലാക്കി കളിച്ച ഒരേ ഒരു വ്യക്തി അത് അനീഷ് മാത്രമാണ്. ഇതിപ്പം പണിപ്പുരേന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാസ്കിൽ മത്സരിക്കണം. ഏകദേശം 1 മണിക്കൂറോളം ബിഗ് ബോസ് ഇവർക്ക് വേണ്ടി ഇതിന്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന ഓരോ പൊസിഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ മെയിൻ ആയിട്ട് ഫൈറ്റ് ചെയ്യണം. ഇതിനകത്തുള്ള എല്ലാവരും അത്യാവശ്യം നല്ല വായിച്ചാളും കൂടുതലുള്ളവരാണ്. അപ്പൊ ഇവർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവര് ഗെയിം അറിയാതെ ഒരുമാതിരി മണ്ടന്മാരെ കളി കളിച്ചിട്ട് എനിക്കെന്തോ അത് അങ്ങോട്ട് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. ഇവരിപ്പം ഞാൻ പോയിട്ട് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ആ സ്ഥാനത്തിന് മത്സരിക്കാനുള്ള എല്ലാ കഴിവുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അതിനുവേണ്ടി ഒരുപാട് ഡിബേറ്റ് നമ്മൾ അവിടെ നടത്തണം. അത് മാത്രമല്ല ഹൗസിലുള്ള എല്ലാവരും കൂടെ ഓക്കെ ഇയാളെ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് എന്നും കൂടെ അംഗീകരിച്ചാൽ ദ ഗെയിം ഈസ് ഓവർ. അങ്ങനെ അവിടെ ബഹളം വെച്ച ഒരേ ഒരാൾ അനീഷ് മാത്രമാണ്. വേറെ ആരും അതിന് വേണ്ടിയിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഡിബേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നാം സ്ഥാനം എനിക്ക് വേണം, ഞാനാണ് അർഹ എന്ന് പറഞ്ഞിട്ട്. ഇവർക്കിപ്പം ഗെയിമൊന്നല്ല പ്രശ്നം. ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പണിപ്പുരേന്റെ അകത്തേക്ക് പോകണം, സാധനങ്ങൾ എടുക്കണം. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആരും മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. അനീഷ് ആണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ പറച്ചിലായിരുന്നു, എനിക്ക് ഒന്നാം സ്ഥാനം വേണം, ഞാൻ അതിന് അർഹരാണ് എന്ന്. അതെനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ് ആയ സമയത്തേക്കും ഇവരുടെ തർക്കമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ വെച്ചാന്ന് വെച്ചാൽ ഇവരെന്നെ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എന്തായാലും ഇതിനൊരു പരിഹാരം ആവില്ല. ഇനി ഏകദേശം 10-15 മിനിറ്റേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഷാനവാസ് നല്ലൊരു ഐഡിയ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ മത്സരാർത്ഥികൾ, അതായത് ബാക്കിയുണ്ടായ കണ്ടസ്റ്റൻസ് ഒന്നും അമ്പിനും തുമ്പിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് മത്സരിക്കാൻ കഴിയില്ല, ബിഗ് ബോസ് വന്ന ടൈം കഴിയുമെന്നൊന്നും ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് മണിപ്പൂരയിൽ കയറാനും പറ്റൂല, ഇവർക്ക് ഒരു സാധനങ്ങളും കിട്ടൂല, ഇവർക്ക് ഡ്രസ്സില്ല, ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വേറെ വഴിയൊന്നുമില്ല. അതായത് അനീഷ് ഇപ്പം ആ കടുംവാശി പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് സമയം കുറവാണ്, ബിഗ് ബോസിനെയും പ്രേക്ഷകരെയും ഒരേപോലെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ അനീഷ് പോയിക്കോട്ടെ, ഒന്നാം സ്ഥാനത്തിന് അനീഷ് അർഹനാണ് എന്ന രീതിയിൽ ഇവർക്കൊരു തീരുമാനം എടുക്കാം. എന്നിട്ട് സെക്കൻഡും തേർഡും ഇവർ പറയുന്ന ഒരാൾ, അതായത് ആരാണ് ഇവർക്ക് ഓക്കെ അവർക്ക് പോവാം. അപ്പം തന്നെ ഇവർക്ക് വേണ്ട സാധനങ്ങളും എടുക്കാം, ഗെയിമും ഓവറാവും, ടൈമും കഴിയില്ല. ഇങ്ങനെ ഇവർക്ക് ചിന്തിക്കായിരുന്നു. ഈ ഒരു ടൈപ്പിലൊന്നും ആരും ചിന്തിക്കാനോ തയ്യാറായിരുന്നു. മാത്രമല്ല കിട്ടിയ നല്ലൊരു ചാൻസ് അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ജിസയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കുകയാണെങ്കിൽ അയാളെ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കിയാനോ അല്ലെങ്കിൽ നോമിനേഷനിൽ നിന്ന് ഇയാൾ ഫ്രീ ആയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ പറയുന്ന ആള് നോമിനേഷനിൽ പോയിട്ട് ജനങ്ങളൊക്കെ അയാൾക്ക് വോട്ട് ചെയ്യാണ്, അയാൾ എന്താ പറയാ തിരിച്ചു വരാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു എന്താ പറയാ ജിസയിൽ എന്ത് ചെയ്യും? ജിസയിൽ എന്താ ചെയ്യുക? അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റൂല, അയാളെ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വളരെ വിഡിത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ടാസ്ക് ചെയ്യുന്നത് നൈസായിട്ട് ഇവർക്ക് ചെയ്യായിരുന്നു. ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും പണിപ്പുരയിൽ കയറണം, എല്ലാവർക്കും അവരവരായ ആവശ്യങ്ങളുണ്ട്, ഡ്രസ്സ് ഭക്ഷണം ഒക്കെ വേണ്ടി വരും. എല്ലാവരും ഒന്ന്
മനസ്സറിഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളി തീർത്ത് പോകായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റിലൂടെ അറിയിക്കുക. കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും. ഒരുപാട് കണ്ടസ്റ്റന്റ് ഇതിനിടക്ക് ഇൻവിസിബിൾ ആയിരുന്നു. ഒരു വോയിസ് വരെ ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല.